പ്രശസ്ത ആർക്കിടെക്ചറൽ സ്ഥാപനമായ ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എഞ്ചിനീയറായ ശ്രീ കുമാരദാസിന്റെ വീടിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതാണ് കുരുടീസ്. കുരുടീസ് എന്ന് പറയുമ്പോഴേക്കും 6 ഹോൾസുകളുള്ള 6-9 ഹോൾസുകൾ വരും. ഈ ഹോൾ ഉള്ളതുകൊണ്ട് തന്നെ വീടിന് എപ്പോഴും നല്ല തണുപ്പായിരിക്കും. പ്രത്യേകിച്ച് ഈ വീട് ഓട് വെച്ചാണ് വാർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇത് കെട്ടുന്ന രീതി ഇതാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ കാണിക്കാവുന്നതാണ്. ഈ ഒരു കല്ല് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് കണ്ണൂർ വല്യപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടുന്ന കല്ലാണ്. ആ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കിളിവാതിലാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടാണ്. ഈ ഉപയോഗിച്ചിരിക്കുന്ന കല്ലെന്ന് പറയുന്നത് വലിയ പട്ടണം ബ്രിക്സ് അല്ലെങ്കിൽ കുരുടീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുക. ഇത് ഇതിൻ്റെ മുൻവശമാണ്. സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിവിടെ ഇരിക്കുവാനായിട്ടുള്ള ഒരു സ്ലാബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്ത് സ്റ്റോറേജ് സ്പേസാണ്. നമുക്ക് ചെരുപ്പിടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. മുൻവശത്തോടെ അകത്തോടെ വരുമ്പോൾ ഇതാണ് ഡ്രോയിങ് റൂം വരുന്നത്. ഡ്രോയിങ് റൂം അകം പൂർണ്ണമായിട്ടും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫില്ലർ സ്ലാബ് റൂഫ് ഓട് വെച്ച് വാർത്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ജനാലകൾ എല്ലാം തന്നെ അയൺ വിൻഡോസാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ കിളിവാതിലിൻ്റെ അകവശം. ബലം പുറത്തുനിന്ന് ആൾക്കാരുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനും മറ്റുമായിട്ട് അകത്ത് ഒരു ലെയർ ഗ്രില്ല് വെച്ചിട്ട് പുറത്താണ് തടി കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കളറിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വെള്ളയും ബാക്കി മഞ്ഞയുമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുടെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത് തന്നെ ഡൈനിങ് റൂമിലേക്കാണ്. ഡൈനിങ് റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു നല്ലൊരു കോർട്ട്യാർഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിവശത്തായിട്ട് വരുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. അതിനകത്ത് പെബിൾസ് വയ്ക്കുകയും നടുക്ക് ഒരു കുളവും അതിനോടൊപ്പം തന്നെ മീനുകളെയും ഇട്ടിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെറിയ താമരയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചം കിട്ടുവാനായിട്ട് മുകളിൽ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. പർഗോളാസ് ഉള്ളത് കൊണ്ട് എപ്പോഴും നല്ല സൂര്യപ്രകാശമായിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. അതിൻ്റെ ഒരു വശത്തായിട്ട് ഒരു ദീവാൻ കൊടുത്തിട്ടുണ്ട് ഒരു രസത്തിന് വേണ്ടി. ഡൈനിങ് ഹാള് 6 സീറ്റുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സൈഡിലെ ചുമര് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ കളറാണ്, മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസിൻ്റെ പ്രൊവിഷനും ദൂരം നല്ലൊരു വ്യൂ ആണ്. ഇതാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്ന സ്ഥലം. വാഷ് ബേസിൻ്റെ അടിവശത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലേക്ക് ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു മെസനിൻ ഫ്ലോറുണ്ട്. ചെറിയൊരു മെസനിൻ സ്പേസ് ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പൂജ. മാക്സിമം കാറ്റും വെളിച്ചവും വരുവാനായിട്ട് ഹാളിൽ തന്നെ ചില ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലേക്ക് 3 ബെഡ്റൂമാണ്. ഇത് കിഡ്സ് ബെഡ്റൂം, മോൻ്റെ റൂമാണ്. റൂമിനകത്ത് സ്റ്റഡി സ്പേസ്, പുസ്തകങ്ങൾ വയ്ക്കാനായിട്ട് ഒരു ബുക്ക് ഷെൽഫ്സ്, കമ്പ്യൂട്ടർ,
കൂടാതെ അലമാര വെച്ചിട്ടുണ്ട്. അലമാര എന്ന് പറയുന്നത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ACP പാനലിലുള്ള അലമാരയാണ് കൊടുത്തിരിക്കുന്നത്. ACP ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചിലവ് കുറവായിരിക്കും. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റിനകത്തേക്ക് കയറിയാൽ ടോയ്ലറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ രീതിയിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ചെറിയ ടോയ്ലറ്റ് സൈസ് ചെറുതായതുകൊണ്ട് ഒരു കോർണർ വാഷ് ബേസിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റ്, ഒരു റെയിൻ ഷവർ ഉൾപ്പെടുന്നതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത സെക്കൻഡ് ബെഡ്റൂമാണ്. ബെഡ്റൂമിനകത്തും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ബെഡ്റൂം, അലമാര, ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റും ഇതുപോലെ തന്നെയാണ്. വാട്ടർ ക്ലോസറ്റ്, വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് ബെഡ്റൂം എന്ന് പറയുന്നത് അത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ അലമാരകളെല്ലാം, ഈ കാണുന്ന രീതിയിലുള്ള അലമാരകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ACP അല്ലെങ്കിൽ അലുമിനിയം കോമ്പോസിറ്റീവ് പാനൽസ് എന്ന് പറയുന്ന ഇതുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലമാര സ്പേസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നേരത്തെ തന്നെ റൂമിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അതനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കിത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. മൂന്ന് ബെഡ്റൂമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അടുക്കളയാണ്. അടുക്കളയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ACP എന്ന അലുമിനിയം കോമ്പോസിറ്റീവ് പാനൽസ് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കബോർഡ്സും ക്യാബിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പെട്ടെന്ന് തുറക്കുവാനും അതുപോലെ തന്നെ അടയ്ക്കുവാനും ഉള്ള സൗകര്യങ്ങളുണ്ടാകും. വിൻഡോസ് സ്റ്റീൽ വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡോറിൻ്റെ പൊസിഷൻ അല്പം മാറ്റിയപ്പോൾ ഈ കോർണറിലും ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. മാത്രമല്ല ഇതിനകത്ത് ബോക്സും ബക്കറ്റും മറ്റ് സ്റ്റോറേജ് സ്പേസും പ്ലേറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ബക്കറ്റ് ഉൾപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള എക്സിറ്റാണ് കാണുന്നത്. ഇതാണ് നേരത്തെ കാണിച്ച കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റേ റൂമാണ്. സ്റ്റേ റൂം നേരെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ലൈബ്രറി കം സ്റ്റഡി സ്പേസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുസ്തകങ്ങളും തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പോർഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് വെളിച്ചത്തിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം ഈ ഭാഗത്താണ് നേരത്തെ പറഞ്ഞ പർഗോളാസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന കോർട്ട്യാർഡാണ്. ആ കോർട്ട്യാർഡിൻ്റെ ഭംഗി കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പൺ ടെറസാണ് ഇതിൻ്റെ പുറകിലായിട്ട് പുറത്തായിട്ട് വരുന്നത്.
വിശാലമായ മുകളിൽ 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട് തന്നെ താഴത്തെ 3 ബെഡ്റൂം ഉള്ളതുകൊണ്ട് വിശാലമായൊരു ടെറസും അവിടെ കിട്ടിയിരിക്കുന്നത്. എപ്പോഴും നല്ല കാറ്റ് കിട്ടുന്ന മനോഹരമായൊരു അന്തരീക്ഷമുള്ളൊരു പ്രദേശമായിട്ടാണ് നമുക്ക് ഈ ടെറസ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെയർ റൂമാണ്. ഭാവിയിൽ സോളാറും പാനലൊക്കെ ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എപ്പോഴും നല്ല കാറ്റും സൂര്യൻ്റെ ഉള്ളൊരു പ്രദേശമാണ്. മാത്രമല്ല ഒരു മരങ്ങൾ പോലും നശിപ്പിക്കാതെയും മാക്സിമം ഭംഗിയുമായിട്ടാണ് ഈ ഒരു വീട് ഇവിടെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്.